ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു DIY ഫോൾഡിങ് കാർഡാണ്. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുമ്പം ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമുക്കത് കിട്ടുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഈ കാണിക്കുന്ന മെഷർമെൻറ്റ്സിൽ നിങ്ങൾക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം കട്ട് ചെയ്തെടുത്തതിന് ശേഷം എല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ടാണ് ഞാൻ ഈ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മുകളിലാണ് ഒട്ടിക്കുന്നതെങ്കിൽ അപ്പോൾ രണ്ടാമത് താഴത്ത് വേണം ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഒട്ടിക്കേണ്ടത്. ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. നമുക്കിനി ഇതെങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യാം. ഞാൻ ആദ്യം സ്കെയിൽ വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. പിന്നെ ഞാൻ 2 ക്രോസ്ഡ് ആയിട്ടുള്ള ഹാർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനത് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ പിങ്ക് ഷെയ്ഡാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ എഡ്ജസിൽ ബ്ലൂ കളർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ബ്ലൂവിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ സെയിം പിങ്ക് കളർ വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് ഞാൻ ഇതുപോലെ 4U എന്ന് പറഞ്ഞൊരു പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ഷീറ്റിലായിട്ട് കുറച്ച് ഹാർട്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഹാർട്സ് ഒട്ടിച്ചതിന് ശേഷം ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഷീറ്റിൽ ഞാൻ ലവ് എന്ന് എഴുതിയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഞാൻ ഇതേപോലെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്തേക്കുന്ന ഒരു ലെറ്റർ എൻവലപ്പ് പോലെയാണ് ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ അതിലൊരു കുഞ്ഞ് ഹാർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു എന്ന് പറഞ്ഞൊരു പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ എഡ്ജസിലും നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ സെയിം പ്രോസസ്സ് ആ സെയിം കളർ തീമിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ലാസ്റ്റ് ഒരു ഹാർട്ട് വരച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ നമ്മുടെ കാർഡ് ഇവിടെ റെഡിയാണ്. ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്കൊരു ഫോൾഡിങ് കാർഡ് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻസിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇതുപോലെ വേറെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ പറയാം. ഇതുപോലെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.